ആ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ശംസുലമയുടെ തനിയാവർത്തനമാണ്. അള്ളാഹുവാണ് അവരൊക്കെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അള്ളാഹു മഹാനോട് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാം, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടാകാം, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, അള്ളാഹുവാണ് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത്. ഇത് 100 കൊല്ലം പിന്നിട്ടല്ലോ. വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സ്ഥാപിച്ച ഈ സംഘം കഠിനാധ്വാനം ചെയ്ത് ഈ തലമുറകളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലേ ഞാനും നിങ്ങളും സുന്നിയിൽ നിലനിൽക്കുന്നത്. ഈ ജമാഅത്തുകാരുടെ പണമുണ്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണമുണ്ടല്ലോ, ആ പണത്തിന്റെ കുത്തൊഴുക്കിൽ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ വശംവതരായി ഈ തലമുറകൾ മാറി വരുമ്പോൾ മുഴുവനും ബിദഈവൽക്കരിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ബിദഈവൽക്കരിക്കപ്പെട്ടില്ല? സമസ്തയോട് ഏറ്റുമുട്ടുന്നവർ തകരുകയല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അജയ്യമായി നിലനിൽക്കാൻ എന്താണ് കാരണം? ആ നേതൃത്വം അതൊരു ബറക്കത്തുള്ള നേതൃത്വമാണ്, ഒരു സംവിധാനമാണ്.